നമ്മള് നേരെ അഗോണ്ട ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പലോലിയം ബീച്ചിന്റെ അവിടെ നിന്ന് നേരെ അഗോണ്ട എന്ന് പറഞ്ഞ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ കേരള വണ്ടി കേരള വണ്ടി ഇവിടെ പിന്നെ ഒരാൾക്ക് ഹെൽമെറ്റ് മതി, അങ്ങനെ നിയമമാണ്. ഞാൻ രക്ഷപ്പെട്ടു. അഗോണ്ട ബീച്ച്, അഗോണ്ട ബീച്ചിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ ആണ് ഏകദേശം? ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ അടുത്ത്, 8 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് കേട്ടോ അഗോണ്ട. അങ്ങനെ നമ്മള് പെട്രോൾ നോക്കി വരുവാണ് കേട്ടാ. ഗോവയിൽ കുപ്പിയിൽ കിട്ടും പെട്രോൾ. എല്ലാ വീടിന്റെ വാതിക്കലും പെട്രോൾ കാണും, ഒട്ടുമിക്ക വീടിന്റെ മുമ്പിലോ ഉണ്ട്. അതാ ഒരു വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുവാണ്. എവിടെങ്കിലും നമ്മുടെ നാട്ടിൽ വീട്ടിൽ പെട്രോൾ വാങ്ങിക്കാൻ പരസ്യം മുമ്പൊക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു വീടിന്റെ വാതിക്ക് പെട്രോൾ. ആന്റി ആന്റിനെ വിളിച്ച്, പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. കുപ്പി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പ് വരെയൊക്കെ എല്ലാ വീട്ടിലും. ഇതാണ് ഗോവക്കാരുടെ കൃഷി, കശുവണ്ടി. ഇത് കശുവണ്ടിയുടെ തോട്ടമാണ് കേട്ടോ. പിടിച്ചു വരുന്നില്ല, പൂത്തട്ടേ ഉള്ളൂ. ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. കശു മാങ്ങ കൊണ്ട് ഫെനി ഉണ്ടാക്കും. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് അല്ലേ ഫെനി. പിന്നെ കശുമാങ്ങയുടെ കശുമാങ്ങല്ലോ അണ്ടിപ്പരിപ്പ് എല്ലായിടൊന്നും ഇല്ല, തോട്ടം ഇടയ്ക്കേ ഉള്ളു. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഏക്കർ കണക്കിന് സ്ഥലത്ത് തോട്ടമുണ്ട്. പക്ഷെ അത് മുമ്പ് വന്നപ്പോ കണ്ടതാണ് കേട്ടോ. പക്ഷെ ആ വഴി നോക്കിയിട്ട് ഇപ്പൊ കണ്ടില്ല. ഇവിടെ ഇതുപോലെ തോട്ടങ്ങളുണ്ട്, നല്ല ചെന്നപ്പോ അവിടെ വാറ്റാണ് അല്ലേ? അതെ, നല്ല കശുമാങ്ങയുടെ തോട്ടത്തിലാണ്, വാറ്റിന്റെ ഫാക്ടറിയാണ്. പിന്നെ കൂടാതെ 50 രൂപയ്ക്കൊക്കെ കുപ്പിയിൽ കിട്ടും. അത് ഒഴിച്ചു വരുവായിരുന്നു. 1 ലിറ്റർ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പിന്നെ 1 ലിറ്റർ ഇവിടുത്തെ നാടൻ ചാരായം വാങ്ങിച്ചു. ഇവിടുത്തെ ഫെനി അല്ല, കാജു. പക്ഷെ നമ്മള് ഇന്നലെ അവിടെ ഒരിടത്ത് വെച്ചപ്പോ 600 രൂപ. ഇപ്പം കശുവണ്ടി തോട്ടം, മുന്നോട്ട് കിടന്ന് മൊത്തം കശുവണ്ടി തോട്ടം. രണ്ട് സൈഡിലേക്ക് ഉണ്ട് കേട്ടോ ബീച്ച്. ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ പോവാം. ലെഫ്റ്റിലേക്ക് പോയിട്ട് വരാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും മസാജും തിരുമ്പും അങ്ങനെയുള്ള വലിയ ഒച്ചയും വേളമൊന്നും ഇല്ലാത്ത സ്ഥലം. ബീച്ചിൽ തന്നെ അടിപൊളിയാണ് ഇങ്ങനെ താമസിക്കാൻ. ഇതിലെ പോവാൻ തോന്നുന്നില്ല, പുറത്തായിരുന്നു എൻട്രൻസ്. അപ്പൊ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാട്ടോ.
നേരെ നമുക്ക് നടന്നു പോകാം. ഹെൽമെറ്റിൽ ഓക്കെ. ഇനി അങ്ങോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എവിടെയാണ് പ്ലേസ് എത്തിയിരിക്കുന്നത്? അഗോണ്ട ബീച്ചിലെത്തി. അഗോണ്ട ബീച്ചിലെത്തിയിരിക്കുന്നത് കേട്ടാ. അലോലിയം ബീച്ചിൽ നിന്ന് 8 കിലോമീറ്റർ ഉണ്ട്. 13 12 അവര് പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് നമ്മൾ വിചാരിച്ചത്. അന്നേരം 12 11 13 ആയിട്ട് അറിയത്തില്ല, നോക്കിയില്ലായിരുന്നു കേട്ടാ. അന്നേരം അഗോണ്ട ബീച്ച് എന്ന് പറഞ്ഞ ഒരു ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചാണ് അല്ലേ? അടിപൊളി ബീച്ചാണ്. അടിപൊളി ബീച്ചാണ് അഗോണ്ട ബീച്ച്. അടിപൊളി ബീച്ചാണ്, ഒന്നും പറയാനില്ല. അഗോണ്ട ബീച്ചിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരുപാട് തിരക്കൊന്നുമില്ലാത്ത ഒരു ബീച്ചാണ്. എന്റെ പൊന്നു, എന്ത് വ്യൂ ആണ്! അത് കണ്ടില്ല, ഈ കടലിലെ വെള്ളം തന്നെ ഒരു നീലയായിട്ടാണ്. കടലിലെ വെള്ളം തന്നെ ഒരു നീല വെള്ളം. എനിക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ തോന്നുന്നത് ഈ ബീച്ചിൽ വന്നപ്പോഴാണ്. അവിടെ വന്നപ്പോ അങ്ങനെ എന്തൊരു സൂപ്പർ കാഴ്ചയാണ് ബബ്ലൂസേ. എന്താ ഓരോ ബീച്ചിനും ഓരോ ബീച്ചിന്റേതായ പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ ഓരോ ബീച്ചിനും ഓരോ ബീച്ചിന്റേതായ പ്രത്യേകതകളുണ്ട് കേട്ടാ. ആഹാ, ഇവിടെയൊക്കെ ഈ ഹട്ടിലൊക്കെ താമസിക്കാൻ എന്ത് രസമാണ് അല്ലേ? കോട്ടേജ് ഹട്ടുമാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഓന്റെ ബീച്ചിൽ തന്നെ നിറയെ റെസ്റ്റോറന്റുകളും ഹട്ടുകളും കോട്ടേജുകളും. നമ്മള് നോർത്ത് ഇന്ത്യൻസും ഒക്കെ അതുപോലെയൊക്കെ തുള്ളാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടാ? നോർത്ത് ഇന്ത്യൻസും ഉണ്ട്, പക്ഷെ കുറവാണ്. ഇത് ഒരുപാട് ആൾക്കാരൊന്നും വരുന്ന ബീച്ചല്ല ഇത്. മിക്കവർക്കും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് അങ്ങനെ ആർക്കും അറിയത്തൊന്നുമില്ല. ഈ ഹട്ടിൽ താമസിച്ചുകൊണ്ട് ഇങ്ങോട്ടുള്ള വ്യൂ ആയിട്ട് നമുക്ക് വന്നിരിക്കാനൊക്കെ എന്ത് രസമാണ്. ആഹാ, ഇത് കയാക്കിംഗ് ആണോ? അവിടെ അതൊക്കെ കയാക്കിംഗ്. പക്ഷെ ഇവിടെയുള്ള കടലില് കയാക്കിംഗ് എന്നൊരു വിഷയമല്ല. മാതാമാതി നിന്നോണ്ട് നീന്തുന്നുണ്ട്. ആ ബബ്ലൂസ് ഇതാ ഇങ്ങനെ നടക്കുവാണ്. അഗോണ്ട ബീച്ചിൽ കൂടെ ബബ്ലൂസ് നടക്കുവാണ്. ബബ്ലൂസ് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ദിവസം താമസിക്കണമെന്നാണ് പറയണത്. ഇതിനു മുമ്പ് ബബ്ലൂസ് ഇവിടെ താമസിച്ചിട്ടുണ്ട് ഞാനുമായിട്ട്. അന്നേരം ഞങ്ങള് 5 സ്റ്റാറിലാണ് താമസിച്ചത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല കേട്ടാ. കാരണം ഞങ്ങള് രാവിലെ പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. ബബ്ലൂസേ, രാവിലെ തന്നെയല്ലേ നമ്മള് പോകുന്നത്? ഉറപ്പിച്ചിട്ടില്ല അല്ലേ? നാളെ രാവിലെ പോണം. ഈ ബീച്ചിന് പ്രത്യേകത ഉണ്ട്, നല്ല വൃത്തിയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാല് നല്ല രീതിയില് പിന്നെ സ്പേസ് ഉണ്ട് അല്ലേ? നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഓരോ ചേച്ചിമാരിങ്ങനെ നടക്കുവാണ് ഈ വേസ്റ്റ് പിറക്കി ഇവിടെയൊക്കെ ഇങ്ങനെ കാരണം തൊട്ട് ഹട്ടും റെസ്റ്റോറന്റും കൂടെയാണ് ഇവിടെയുള്ള എല്ലാ ബീച്ച്, എല്ലാ സൈഡിലുള്ള എല്ലാ റെസ്റ്റോറന്റും ഹട്ടും ഉണ്ട്, റെസ്റ്റോറന്റും ഉണ്ട്, ബാറും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മറ്റുള്ള ബീച്ചിലൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ പോയില്ലേ, അവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്റ്റോറന്റ് മാത്രമല്ല കേട്ടാ. പക്ഷെ പലോലും ബീച്ചിലുണ്ടല്ലേ? ഇന്നലെ നമ്മള് പിന്നെ കല്ലങ്കോട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് അവിടെയൊക്കെ കോട്ടേജിലല്ലേ താമസിക്കാൻ വേണ്ടി. എന്റെ ബീച്ചിലില്ല, ഇവിടെ അതൊക്കെ ഉണ്ട്. കൂടുതലും ഫോറിനേഴ്സ് ഒക്കെ ഈ ബീച്ചിൽ വരുന്നത് കണ്ടില്ലേ. അന്നേരം ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ്. കാരണം ഞങ്ങൾ പണ്ട് താമസിച്ച ആ റിസോർട്ട് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അത് തടി വെച്ചല്ലായിരുന്ന? അത് ഫുൾ തടി വെച്ച് ഉണ്ടാക്കിയേക്കുന്ന റിസോർട്ടാണ് കേട്ടോ. നല്ല രസമായിരുന്നു. മാതാമ്മ കൊടയൊക്കെ പിടിച്ച് നടക്കുന്നു സ്റ്റൈലൊക്കെ. സ്റ്റൈലൊക്കെ നോക്കിയാ? അതെ, മാതാമ്മയുടെ സ്റ്റൈലൊക്കെ ഒന്ന് നോക്കിയാ. ഒരമ്മാമ്മയും അപ്പാപ്പനും. അമ്മാമ്മ അപ്പാപ്പനും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പഴും ചുള്ളന്മാരെപ്പോഴും ചെത്തി മിനിങ്ങി നടക്കുന്നുണ്ട. കണ്ടുപടി വീണ്ടും ഇതാ ബബ്ലൂസും ഞാനും കൂടെ നടത്താൻ തുടങ്ങിയിരിക്കുവാണ്. കണ്ട കയാക്കിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഞാൻ എടുത്തു തരട്ടെ വാടകയ്ക്ക്. ബബ്ലൂസിന് തുഴഞ്ഞു പോയിട്ടൊക്കെ. എനിക്ക് പേടിയാണ്, ആഗ്രഹമുണ്ട്. ബബ്ലൂസ് ഇത് തുഴഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ബബ്ലൂസ്. അല്ലേ? അതെ. ബബ്ലൂസ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ വീഴും. ഇന്നലെ കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ചു പോയതാ വേറെ ബീച്ചില. കാരണം എന്റെ പൊന്നോ, മദാമ്മ ഓടി വരികയാണ്. മദാമ്മ ഇങ്ങോട്ട് ചുമ്മാ നോക്കിയേട്ടാ.
നേരെ പോയി അടുത്ത മാതാമയും വരുവാണ് കേട്ടാ. ഇവിടെ താമസിക്കാൻ നല്ല രസമാണ് കേട്ടാ. അടിപൊളിയാണ് ഇവിടെ താമസിക്കും അല്ലേ. ഇങ്ങോട്ട് തിരി. മാതാമയുടെ ഓട്ടം കണ്ടോ? ഈ ഓട്ടത്തിനൊക്കെ ഞങ്ങക്ക് ലൈക്ക് അടിക്കണം കേട്ടാ. ടാറ്റു ഒരു പെടാറ് ടാറ്റു ആണ് കേട്ടോ. ഇതൊക്കെ കാണിച്ചു കൊടുത്തേ. അങ്ങനെ ഞങ്ങളെ നടത്തത്തില് ഞങ്ങൾ ഇപ്പൊ ഒരു മാതാമേനെ കണ്ട്. എന്റെ പൊന്നോ, മാതാമയുടെ ബോഡിയിൽ ഒരു ഭാഗത്ത് പോലും ടാറ്റു ഇല്ല. ഒരു ഭാഗത്ത് പോലും ടാറ്റു ഇല്ലാത്തില്ല. മൊത്ത സ്ഥലത്തും ടാറ്റു ആണ് കേട്ടാ. എന്റെ പൊന്നോ, നമ്മൾ കാണുന്ന രീതിയിലുള്ള നോക്കിയപ്പോ എല്ലാ സ്ഥലത്തും ടാറ്റു ആണ്. ചെറിയ കോട്ടേജ് ഒക്കെ കണ്ടായി എന്ത് രസമാണ് ഈ കാണുന്നത് അല്ലേ. ഈ ബീച്ചില് ഇതുപോലുള്ള സ്ഥലത്ത് ഇതുപോലെ സ്റ്റേ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആസ്വദിക്കും. അതെ അതെ അതെ, എന്ത് രസമാണെന്ന് നോക്കിയ. അതിലെ കൂടെ വരാൻ ഒരു രക്ഷയില്ല കേട്ടാ. അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടാ. പൊതി വരുന്നു ഇവിടെ താമസിക്കാൻ വേണ്ടി. നല്ല രസമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീച്ച് ഏതാണെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. ഈ കടലിലെ വെള്ളത്തിന്റെ കളർ നീല കളറായിട്ട് തോന്നില്ലേ? വേറെ ബീച്ചിലൊന്നും പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫീല് കിട്ടിയില്ല കേട്ടാ. ഇവിടെ വന്നിട്ട് നീല കളർ എന്ത് രസമാണ്. കടല് കിടക്കുന്ന തന്നെ ഉണ്ടോ? അത് തന്നെ ഒരു ഇറങ്ങാൻ തോന്നുക. അമ്മാമ്മയൊക്കെ വെയിൽ കൊള്ളാൻ വേണ്ടി പോവുക. സൈക്കിൾ 8 പിള്ളേരെ പോലെ പോകുന്ന ചില ബീച്ചുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയ്ക്ക് അടിപൊളി പ്രത്യേകതയുള്ള. നമ്മളൊക്കെ ഇതുപോലെ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാലേ ഒരു പരുവാവും അല്ലേ. കരിക്കുറ്റി പോലെ ആയി. ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. അധികച്ചുണ്ടാക്കിയ കോട്ടേജുകളാണ്. എനിക്കിവിടെ താമസിക്കാൻ കൊതി വരുക. മാതാമ്മ എനിക്കൊന്ന് ഞണ്ടിന്റെ വീഡിയോ എടുക്കുവാന്ന് തോന്നുന്നു. ചില ഞണ്ടുകൾ ഇങ്ങനെ മണ്ണിലിങ്ങനെ പൊങ്ങി വരുമല്ലോ കടലിന്റെ അവിടെ ആയിട്ട്. അടിപൊളിയായിട്ട് കിടക്കുന്നൊക്കെ. നീല കളറിലെ വെള്ളം എന്താ. ഇവിടെ ഐലൻഡ് ഉണ്ടെന്ന്, അഗോണ്ട ഐലൻഡ്. ഇത് എനിക്ക് തോന്നി ആ ഭാഗമാണോ ഈ ഭാഗമാണോ എന്ന് അറിയത്തില്ല. അപ്പുറത്തെ പലോലിയം ബീച്ചിൽ നിന്ന് ബോട്ട് കയറ്റി കൊണ്ടുവരുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടി. ഇതിലേതോ ഭാഗമാണ്. ഇത് കണ്ടിട്ട് ഗോവയില് വരാൻ വേണ്ടി ആഗ്രഹം തോന്നി ആരെങ്കിലും ഒക്കെ ഉണ്ടാ. പണ്ടൊക്കെ ഗോവയെന്ന് കേൾക്കുമ്പോ എന്തോ പോലെ തന്നെ എല്ലാ ആൾക്കാരുടെ അതൊക്കെ മാറി. ഒരു കാലത്ത് എന്തോരം ഇന്ത്യൻസാ വരുന്ന, ഇന്ത്യൻസും മലയാളിസും. ഒരു കാലത്തൊക്കെ ഫോറിനേഴ്സ് മാത്രമേ വരുത്തുള്ളായിരുന്നു. അവര് വന്ന് ഒന്നും കൂടെ ടൂറിസത്തിന് വികാസം വന്നിട്ട് വികസനം ഇവര് വരാൻ തുടങ്ങിയപ്പോഴല്ലേ നമ്മുടെ ആലപ്പുഴ ആണേലും ഗോവയാണേലും ഒക്കെ ഒന്ന് പച്ച പിടിച്ചേക്കും. ഇപ്പം കില്ലാടിയാണ്. അത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗോവയെന്ന് കേൾക്കുമ്പോ ഒരു ഹരം. അതെ, കൊറേ പണിതോണ്ടിരിപ്പുണ്ട് കേട്ടാ. ഇതുപോലെ ഹട്ടിന് വേണ്ടിയൊക്കെ പണിയുമാണ്. അടുത്ത സീസണിലേക്ക് വേണ്ടി പണിയാണെന്നാണ് തോന്നുന്നത്. മാതാമ്മയൊക്കെ എന്ത് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് പോകുന്നുണ്ടാ. നമ്മുടെ മലയാളികൾക്ക് ആരെങ്കിലും കണ്ടാ ചിരിക്കാൻ തന്നെ പാടാം. ഹൃദയം തുറന്നൊരു ചിരി. ഒരാളൊക്കെ വരുമ്പോ ഒന്ന് ചിരിച്ചാലോ, പുഞ്ചിരിച്ചാൽ എന്താ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അല്ലേ. നമ്മുടെ ആ സ്നേഹത്തിന്റെ അടയാളമാണ് ചിരി എന്ന് പറയുന്നത്.
ജീപ്പ് വരുന്ന കേട്ടാ. ഇതെന്തിനാ രക്ഷാപ്രവർത്തകർ ബീച്ചില. അപ്പൊ ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോ ഇപ്പൊ കടല് കൂടുതലൊക്കെ ആവുമ്പോഴാണ് പ്രശ്നം. ഈ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്ത് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ നോക്കും, ഇവർക്ക് കാണാൻ പറ്റും ക്യാമറയിലൂടെ ദൂരോട്ട് അങ്ങനെ പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ രക്ഷാപ്രവർത്തകരെ പോലൊന്നുമല്ല. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഞങ്ങൾ അന്ന് താമസത് H2 അഗോണ്ടെന്നാണ് പറഞ്ഞത്. അതിന്റെ പേര് ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്. എന്നാലും കാറ്റാടി മരവും ഇതൊക്കെ നിൽക്കും. പക്ഷെ ഈ അങ്ങോട്ട് പോകണം അങ്ങേറ്റം കറക്റ്റ് അത് കയറുന്ന. അപ്പൊ നമ്മള് മെയിൻ എൻട്രൻസ് വഴിയല്ല വന്നതാണ്. അങ്ങനെ ഞങ്ങള് മുമ്പ് താമസിച്ച വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ച H2 അഗോണ്ട എന്ന് പറഞ്ഞ കോട്ടേജ് കണ്ടുപിടിച്ചു. പക്ഷെ ആ കോട്ടേജ് പൊളിച്ചൊക്കെ മാറ്റി. അപ്പൊ ഓരോ വർഷവും ഓരോ ആൾക്കാരാണ് അത് എടുക്കുന്നത്. ഇപ്പൊ വർഷങ്ങളായില്ലേ. ഇപ്പൊ പുതിയതായിട്ട് വേറെ രീതിയിൽ പണിതേക്കും. ആദ്യം എനിക്ക് മനസ്സിലായില്ല. എന്റെ സങ്കല്പത്തിൽ ആ ഒരു കോട്ടേജാ. അങ്ങനെ നോക്കിയപ്പോ ബോർഡും കണ്ട് ഇവിടെ തിരക്കിയപ്പോ ഇതാണെന്ന്. വർഷങ്ങൾ കഴിയുമ്പോ ഇതെല്ലാം പൊളിച്ചു മാറ്റിയിട്ട് പിന്നെ എങ്ങനെയാ ഞാൻ ആ മോഡൽ തപ്പി തപ്പി നടക്കുവാണ്. അതൊന്നും കാണുന്നില്ല. അപ്പൊ അന്നേരം ഇവിടായിരുന്നു നിന്നത്. കടലും ഇപ്പൊ അങ്ങ് അവിടല്ലേ കടല് കേറിയേക്കുവാണ്. ഈ ഭാഗത്തായിരുന്നത്. അത് വേറെ ആൾക്കാർ ഓരോ ഇതിനും ഓരോ ആൾക്കാർ കടല് കേറുന്നതനുസരിച്ച് ഉള്ളിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. വേറെ ആൾക്കാർ ആയിരിക്കും നടത്തുന്നത്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് നമുക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ H2 അഗോണ്ട ബീച്ച്, H2 അഗോണ്ട റിസോർട്ടിന്റെ പേരാണ്. അപ്പൊ നമ്മുടെ അഗോണ്ട ബീച്ച് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. നല്ല അടിപൊളി ബീച്ചല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.